മീറ്റിങ്ങിന് കയറുമ്പോൾ ആണ് അറിയണത് ഇങ്ങനെ എന്തൊക്കെ എന്നെ പറ്റിയിട്ട് പറഞ്ഞു എന്നുള്ളത്. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ലീക്കായതുകൊണ്ട് മൊബൈലിൽ നിരന്തരം ഫോൺ വരുന്നതുകൊണ്ട് സൈലൻ്റ് ആക്കിയിട്ടൊക്കെയാണ് ഞാൻ. അതുകൊണ്ട് ഈ വിഷയങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ വേറൊരു ചെറിയൊരു സ്കൂളിലെ ചെറിയ കുട്ടികളെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിന് പോയത്. അത് കഴിഞ്ഞിട്ടതാ ഈ പരിപാടി എന്തൊക്കെ പറഞ്ഞതെന്നുള്ളത്. ഇപ്പോൾ ഞാനെന്തോ പിരിവ് നടത്തുന്നതാണ്. ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എൻ്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ വാനാഞ്ചിറ സ്ക്വയറിൻ്റെ നടുവിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞു കൊന്നാളെ. ഇത് വലിയ വൈകാരികമായി ഉപയോഗിച്ച് PR വർക്ക് നടത്തുകയാണെന്നാണ് ഇപ്പോൾ കൂടുതലും വലിയ ആരോപണം. ഞാൻ എനിക്ക് PR വർക്ക് അങ്ങനെയാണ്. നിങ്ങളാണ് എൻ്റെ PR വർക്കിൻ്റെ ആൾക്കാർ. ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ മുന്നിൽ ഇങ്ങനെ അതേമാതിരി ക്യാമറ വരുമ്പോൾ ഞാനൊരു സാധാരണ ആളാണ്. ഞാനൊരു കാര്യം ചെയ്ത് ഞാനൊരു കാര്യം ഏറ്റെടുത്ത് അത് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നേരിട്ട കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുറ്റങ്ങളും പ്രശ്നങ്ങളും എനിക്കുണ്ട്. ആ പ്രശ്നങ്ങളുടെ പിന്നിലാണ് ഞാൻ എന്താക്കുന്നത് സംസാരിക്കുന്നത്. വേറെ PR വർക്കായിട്ട് സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി അതിൽ ഈ അർജുനെ ഉപയോഗപ്പെടുത്തി അതിന് വ്യൂവേഴ്സ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. അർജുൻ്റെ ആ സമയത്ത് ഞാൻ ശരിയൂരിൽ ഞാൻ അർജുൻ്റെ ആ സമയം എൻ്റെ ഒരു മനസ്സിനും വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിൽപ്പെട്ട ഏതാണ് ആ യൂട്യൂബ് ചാനൽ ഒന്ന് പോയി നോക്കി. ആകെ ഒരു എന്താ പറയുക, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ. ഈ 10,000 സബ്സ്ക്രൈബേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഒരു ലൈവ്. പിന്നെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നിരന്തരം ഈ അർജുൻ്റെ വിഷയങ്ങൾ എന്താണ് ജനങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഞാൻ ശ്രമിച്ചു. ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ ഒന്ന് എന്താണ് ഈ വിഷയങ്ങൾ ജനങ്ങളിലെത്തണം. അതാകെ അന്നൊക്കെ ഈ ചാനൽ വളരെ കുറച്ച് ഒരാളാണെങ്കിൽ ഒരാളെ ചെവിട്ടിലെത്തണം. പിന്നെ എന്താണെന്ന് കഴിഞ്ഞാൽ കർണാടകയിൽ ഞാൻ നിൽക്കുന്ന സമയങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്തൊരു ശത്രുക്കൾ വേറെ ആർക്കില്ല. അത്രമാത്രം ഞാൻ ചില സംവിധാനങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് എനിക്കൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരു ധൈര്യത്തിന് വേണ്ടേ. അർജുൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബത്തിൽ എത്തിക്കാൻ്റെ പേരിലോ താങ്കൾ ആരുടെയിൽ നിന്നും പണം വാങ്ങിച്ചു അല്ലെങ്കിൽ അങ്ങനെ പണം ഓഫർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ? ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. ഈശ്വർ മാൽപ്പൻ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈശ്വർ മാൽപ്പൻ ഇതായ സമൂഹ മാധ്യമങ്ങളിലൂടെ പബ്ലിസിറ്റിക്ക് ശ്രമിച്ചു, സമാന്തര സംവിധാനമായി പ്രവർത്തിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചാരണങ്ങൾക്കെതിരെ ഇപ്പോൾ ഈശ്വർ മാൽപ്പൻ, മനാഫ് എന്നിവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതുപോലെ പോലീസാണ് കേസ് എടുത്തത്. ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അർജുൻ എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. പിന്നെ സുഖമായിരുന്നു, പോരേലും എടുത്തു കഴിഞ്ഞ് എന്താ ഒരു നേരം വയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എൻ്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോൾ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് ഒരു എൻ്റെ ഫാമിലിയാണ്. പരാതിയുമില്ല, എൻ്റെ സ്വന്തം അനിയനാണ്. അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എൻ്റെ അനിയനാണ്. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്ക് ആർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കുടുംബത്തിൻ്റെ ഭാരം ചുമട്ടുണ്ട്. എൻ്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചു എന്നുള്ളതല്ല, ഇതാരോ കുറച്ച് ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. ഞാൻ സാമ്പത്തിക ഓഫർ എന്തിന് സാമ്പത്തിക ഓഫർ? പണം പിരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ആരെങ്കിലും അങ്ങനെ ഓഫർ എന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ട് ലോറിക്ക് അതിൻ്റെ പേരിൽ ആവശ്യം ഞാനിടും.
അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേര്. ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയുള്ള അമ്മ ഉൾപ്പെടെ അത് സാരില്ല. അർജുൻ തന്നെ പേര്.